ഇടിവെട്ട്, നടുവെട്ട്, വാദം, ഉളുക്ക്, ഒടിവ്, ചതം, വെറുംപിത്തം, വാട്ടപ്പിത്തം, മഞ്ഞപ്പിത്തം, കുഷ്ഠം, മന്ത്, മഹോദരം, പുഴുക്കടി, വളങ്കടി, എലിപ്പനി, ഡെങ്കിപ്പനി, ചൊറി, ചിരങ്ങ്, പരു, മുണ്ടിനീര്, ആണി മുതൽ എയ്ഡ്സ് വരെയുള്ള മാരകമായ രോഗങ്ങൾക്ക് ഫലപ്രദമായ സിദ്ധൌഷധം ഗോപാൽജീസ് അഷ്ടവർഗാദി ഗുൽഗുലു ടോണിക്. ഗോപാൽജീസ് അഷ്ടവർഗാദി ഗുൽഗുലു ടോണിക്. സാധാരണക്കാരനായ ഒരു മനുഷ്യന് പനി വന്നാൽ ഇതുപോലുള്ള ആശുപത്രിയിൽ കയറി ചികിത്സ തുടങ്ങിയാൽ അവന്റെ പനി മലമ്പൈറ്റിസ് ആണെന്നും മലമ്പനിയാണെന്നും പറഞ്ഞ് 100 കണക്കിന് ടെസ്റ്റുകൾ നടത്തിയ 12,000 രൂപയും 10 സെന്റ് സ്ഥലവും നഷ്ടമാകുന്നു. അവൻ കഷ്ടത്തിലാകുന്നു. മാത്രമല്ല ഭൂലോകവാസം വെടിഞ്ഞ് അവന് പരലോകത്തേക്ക് വിസ കിട്ടുന്നു. പക്ഷേ ഗോപാൽജി അഷ്ടവർഗാദി ഗുൽഗുലു ടോണിക് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. 108ൽ പരം ആയുർവേദ മരുന്നുകൾ വാറ്റി നീറ്റി ഊറ്റിയെടുത്ത ഈ സിദ്ധൌഷധം നിങ്ങളുടെ ചോര ഊറ്റി കുടിക്കില്ല, പണം ഊറ്റി കുടിക്കില്ല. മറിച്ച് ആരോഗ്യം പ്രദാനം ചെയ്ത് ജീവിത പന്ഥാവിൽ ഒരു ആകാശത്തെ പോലെ കുതിക്കുവാൻ സഹായിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ അങ്ങോട്ട് പോകരുത്. അത് ആശുപത്രി അല്ല, ബ്ലേഡ് കമ്പനിയാണ്. പോകുമ്പോൾ നിങ്ങളുടെ വീടിന്റെ ആധാരവുമായി പോവുക. അങ്ങനെ നമ്മുടെ അഷ്ടവർഗാദി ഗുൽഗുലൂട്ടോ. ഹോസ്പിറ്റലിനെ പറ്റി ഗോപാലിന് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ അത് ആദ്യം പറയേണ്ടത് എന്നോടാ, ഇവിടുത്തെ ജനങ്ങളോടല്ല. ജനങ്ങൾ ഒരു പ്രധാന ഘടകമല്ലേ മാഡം? അവരെ ഒഴിവാക്കിക്കൊണ്ട് ഏത് പ്രസ്ഥാനത്തിനാണ് വിജയിക്കാനാവുക? കച്ചവടം കഴിഞ്ഞിട്ട് എന്നെ വന്നൊന്ന് കാണണം. ശരി, ഇന്ന് തന്നെ ഗുൽഗുലു മതിയാക്കി ഞാൻ മാഡത്തിനെ ഒന്ന് കാണാം. ഓക്കെ സർ, ചായ. ഞാൻ വിരലിട്ടിളക്കാത്ത, എച്ചിലാക്കാത്ത നല്ല ഒന്നാന്തരം ചായ. ധൈര്യമായിട്ട് കുടിക്കാം. തന്നെ കോമ്പൗണ്ടിനകത്ത് കണ്ടുപോകുന്നത് പറഞ്ഞിട്ടില്ലേ? ഇന്നലെ വരെ ഞാൻ കോമ്പൗണ്ടിന് പുറത്തായിരുന്നു. പക്ഷെ ഇന്ന് റീജോയിൻ ചെയ്തു. ആര് പറഞ്ഞിട്ട്? ഈ ആശുപത്രിയുടെ യഥാർത്ഥ ഉടമസ്ഥ ഡോക്ടർ സുബ്ബലക്ഷ്മി MBBS MD. അവരെ അറിയുമല്ലോ. മൊത്തത്തിൽ ഇവിടെ ഒരു ക്ലീനിങ് ആവശ്യമാണ്. അതിന്റെ ആദ്യ പടി എന്ന നിലയ്ക്ക് നിസ്സാര രോഗങ്ങളുമായിട്ട് വരുന്ന രോഗികളെ സ്കാനിംഗ്, ബയോപ്സി, ECG, എക്സ്റേ തുടങ്ങിയ ടെസ്റ്റുകൾക്ക് വിധേയരാക്കണമെങ്കിൽ ഇന്നു മുതൽ എന്റെ അനുവാദം വാങ്ങിയിരിക്കണം. ഇത് ഡോക്ടർ സുബ്ബലക്ഷ്മിയുടെ ഉത്തരവാണ്. ചുരുക്കി പറഞ്ഞാൽ പാവപ്പെട്ട രോഗികളുടെ നിന്ന് കാശ് പിടുങ്ങരുത് എന്നർത്ഥം. ഓക്കെ? ഹോസ്പിറ്റലിൽ എന്റെ സ്ഥാനം എന്താണെന്ന് ഇപ്പൊ എനിക്കറിയണം. MD, മാനേജിംഗ് ഡയറക്ടർ. അല്ലാതെ അതിന് മാൻ ഓഫ് ഡബിൾ എന്നല്ല അർത്ഥം. വെറുതെ ദേഷ്യം കാണിച്ചിട്ട് കാര്യമില്ല. അച്ഛന്റെ മെമ്മോറിയലായിട്ട് തുടങ്ങിയ ആ സ്ഥാപനം വെറും ഒരു കച്ചവട കേന്ദ്രമാക്കാൻ ഞാൻ സമ്മതിക്കില്ല. കച്ചവട കേന്ദ്രം? അതെ. അസുഖം മാറിയിട്ടും വൈറ്റമിൻസ് മാത്രം കൊടുത്തു കിടത്തിയിരിക്കുന്ന പേഷ്യൻസിന്റെ എണ്ണം ഞാൻ പറയണോ? VIP വാർഡിലെ റൂമുകളിൽ നടക്കുന്ന വൃത്തികേടുകൾ ഞാൻ പറയണോ? ഇതൊന്നും MDയുടെ അനുവാദമില്ലാതെ നടക്കില്ലല്ലോ. ഇതൊക്കെ നിന്നോടാരാ പറഞ്ഞത്? അവിടെ അങ്ങനെയുള്ള വിഷയമൊന്നുമില്ല. എല്ലാം വ്യക്തമായി അന്വേഷിച്ച് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ സംസാരിക്കുന്നത്. നമ്പ്യാരെ പോലെ വിവരമില്ലാത്ത ഡോക്ടേഴ്സിനെ ആദ്യം അവിടെ ഒന്ന് പുറത്താക്കണം. തൊണ്ടയ്ക്ക് വെറും ഒരു ഇൻഫെക്ഷനുമായി വന്ന റാഫേലിന് അയാൾ നൽകിയിരുന്നത് ക്യാൻസറിനുള്ള മരുന്നുകളായിരുന്നു. ഒരു നിസ്സാര രോഗവുമായി വന്ന ആ കുട്ടിയോട് എന്ത് ക്രൂരതയാണ് നിങ്ങൾ എല്ലാവരും കൂടി കാണിച്ചത്? നിങ്ങൾക്കറിയോ, എല്ലാരും കൂടി മാറാരോഗിയായി ചിത്രീകരിച്ച റാഫേലിനെ 1-2 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ചെയ്യാൻ എനിക്ക് കഴിയും. അപ്പൊ ചെയ്ത് ഹോസ്പിറ്റലാ? എനിക്കറിയാനാ. വാതിൽ കുറ്റിവെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ അടിക്കും. ഇന്ന് നിന്റെ ഹാപ്പി ബർത്ത്ഡേ അല്ലടാ മോനെ. 2 ദിവസം കഴിഞ്ഞാ ഇവിടുന്ന് പോകാന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? വെള്ളം അടിക്കാൻ ഇരിക്കൂടുള്ള കാരണം എന്തുവിട്ടടാ? ഇതെന്താ ഇത്? പേവാർഡ് സ്വീറ്റ് സ്റ്റാളാക്കി മാറ്റാണോ? ഇത്രയും ലഡു എവനെ കൊണ്ട് കഴിപ്പിച്ച് ഡിസെൻട്രിയും ഡയബറ്റീസും ഒക്കെ വരുത്തി വെക്കും അല്ലേ? അല്ല, ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ബർത്ത്ഡേ പ്രസന്റേഷൻ ആയിട്ട് എന്റെ വക ഒരു ഗ്ലാഡ് ന്യൂസ് റാഫേലിന്. രണ്ടുപേരും ഞെട്ടരുത്. ഒരു അവാർഡ്. ഈ വർഷത്തെ ഏറ്റവും മികച്ച പിന്നണി ഗായകനുള്ള സ്റ്റേറ്റ് അവാർഡ് റാഫേലിനാണ്. അപ്പോഴേ എനിക്ക് ഇന്നത് തീർക്കാണ്ട് പറ്റില്ല. എന്താ അത്? ഒന്നും പറയരുത്, ഞാൻ തീർക്കും. അയ്യോ, ഏറ്റവും മികച്ച പ്ലേബാക്ക് സിംഗറിന്റെ അപ്പൻ ഇങ്ങനെ കള്ളു കുടിച്ച് അലമ്പുണ്ടാക്കരുത്. പത്രക്കാർ ന്യൂസ് ആക്കും. നോക്കി നിൽക്കാണ്ടല്ലേ ലഡു കൊടുത്ത് എല്ലാവർക്കും കൊടുക്കാന്നാലി. ദാ വരുന്നു ഈ വർഷത്തെ ഏറ്റവും മികച്ച പിന്നണി ഗായകരുടെ അവാർഡിന്റെയും ജന്മദിനത്തിന്റെയും മധുരം വിളംബരം. കർത്താവേ,
എന്താ ഇത്? മികച്ച ഗായകനുള്ള സ്റ്റേറ്റ് അവാർഡ് എനിക്കാണ്. മൈ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ്. മാത്രമല്ല ഇന്ന് റാഫേലിന്റെ ജന്മദിനം കൂടിയാണ്. ഏപ്രിൽ 17. കൃത്യം 22 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു ഏപ്രിൽ 17-നാണ് റാഫേൽ ജനിച്ചു വീണത്, അല്ലേ? ഡോക്ടർ, ഇന്നത്തെ ദിവസം ഞാൻ ഒന്നും കഴിക്കില്ല. എനിക്കിന്ന് ഉപവാസമാണ്. ഡോക്ടർ കഴിച്ചില്ലെങ്കിൽ റാഫേലിന് വിഷമാവും. ഇതാ ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവന്റെ മുഖം വല്ലാണ്ടായി. സ്വന്തം മകൻ തന്നെ തരികയാണെന്ന് കരുതിയാ മതി. അമ്മയെ പോലെ കരുതി അങ്ങ് കൊടുത്തോളൂ. അപ്പൊ വാങ്ങിക്കാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ അമ്മയാണല്ലോ. ജീവൻ രക്ഷിച്ച അമ്മ. ഡോക്ടറമ്മയെ നിർബന്ധിക്കണ്ട. ഇറ്റ്സ് ഓൾ റൈറ്റ് ഡോക്ടർ. റാഫേൽ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. അയ്യോ, വാതിലടിച്ച് പൊളിക്കൂ. ഈ മുറിയിലുണ്ടായിരുന്ന ഹേമ. ഹേമയുടെ മുത്തച്ഛനെ കാണാൻ വേണ്ടിയാ ഇവര് തമ്മിൽ വലിയ അടുപ്പത്തില്. ആ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്തല്ലോ. ഇപ്പൊ താഴേക്ക് പോയതേ ഉള്ളൂ. എന്നാലും ഒരു വാക്കുപോലും എന്നോട് പറയാതെ. ഓ, അവന്റെ ഒരു വിഷമം കണ്ടില്ലേ? എടാ, ഡൽഹിയിലല്ല ദുബായി കൊണ്ടുവരുന്നാലും ഹേമയുടെ മനസ്സ് അവർക്ക് മാറ്റിയെടുക്കാൻ കഴിയില്ല. പിന്നെ ഇതിനെ കുറിച്ചൊന്നും ആലോചിച്ചുകൊണ്ടിരിക്കാനുള്ള സമയമല്ല ഇത്. നിന്റെ കരിയർ ഷേപ്പ് ചെയ്തെടുക്കണം. ആ ചിന്തയായിരിക്കണം എപ്പോഴും മനസ്സിൽ. ലഡു എടുക്കാൻ. ആ ആഹാ, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിന്റെ ചെലവാണല്ലേ? ഇന്നത്തെ പത്രത്തിൽ ഫോട്ടോസ് ആയതുകൊണ്ട് കണ്ടില്ലേ? ആ, മികച്ച ഗായകൻ റാഫേൽ. താഴത്തെ കോളത്തിൽ ഒരു സ്പെഷ്യൽ പാരയുണ്ട്. പാരയാ? ആ, വാർത്താ പാര. നോക്കിയേ, തൊണ്ടയ്ക്ക് കടുത്ത അസുഖവുമായി ആശുപത്രിയിൽ കഴിയുന്ന റാഫേൽ തുടർന്ന് പാടുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. സായാഹ്ന പത്രത്തില് ഒരു ഗായകന്റെ അന്ത്യം എന്ന തലക്കെട്ട് തന്നെ. അസുഖത്തോടെ റാഫേലിന്റെ പഴയ ശബ്ദം നഷ്ടപ്പെട്ടു എന്നാണ് പലരും എഴുതിയിരിക്കുന്നത്. അതായത് വേദനിക്കുന്ന ആത്മാവിന്റെ കണ്ടനാളത്തിൽ ഒരു മതി. ഈ പത്രങ്ങളിൽ പല വാർത്തകളും വരും. ഇന്നലെ ഉണ്ടായിരുന്നു, വിവരം കെട്ട അറ്റൻഡർ രോഗിയുടെ അടിയേറ്റ് മരിച്ചു. അയ്യോ, ഡ്യൂട്ടി കഴിഞ്ഞില്ലേ? എന്നാ പൊക്കോ. ലഡ്ഡു. ഒരാളുടെ വളർച്ച ചിലരിലെങ്കിലും അസൂയ ഉളവാക്കുമല്ലോ. പത്രക്കാരെ എഴുതിയത് കണ്ട് റാഫേൽ വിഷമിക്കൊന്നും വേണ്ട. ഡോക്ടർമ്മ പറഞ്ഞെന്നെ, നീ എന്തുകൊണ്ടാ കന്നാലി വിഷമിക്കണേ? ഏതായാലും ഇങ്ങനെ ഒരു വാർത്ത വന്ന സ്ഥിതിക്ക് റാഫേലിന് പഴയതിലും ഭംഗിയായി പാടാൻ കഴിയുമെന്ന് ജനത്തിനെ ബോധ്യപ്പെടുത്തിയേ പറ്റൂ. ഇവിടുന്ന് ഡിസ്ചാർജ് ആകുന്ന അന്ന് തന്നെ ഞാൻ റാഫേലിന്റെ ഒരു കച്ചേരി അറേഞ്ച് ചെയ്യാൻ പോവാ. ആ, അത് നല്ല ഐഡിയ ആണ്. ഹോസ്പിറ്റലിൽ നിന്ന് നേരെ കച്ചേരി സ്ഥലത്തേക്ക്.